നമസ്കാരം. നമ്മുടെ പരമ്പരാഗതമായ വ്യവസ്ഥാപിതമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കെതിരെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്ന ഒരു വിപ്ലവത്തിൻ്റെ ബിംബമായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. ഗുഡ് ഗവേണൻസ് ആയിരുന്നു കെജ്രിവാൾ മുമ്പോട്ട് വെച്ച ആശയം. ആം ആദ്മി പാർട്ടി ഗുഡ് ഗവേണൻസിന് വേണ്ടി ഉണ്ടായ രാഷ്ട്രീയ പാർട്ടിയാണ്. അതായത് എല്ലാ രാഷ്ട്രീയക്കാരും നമ്മുടെ പൊതുഖജനാവ് ദൂർത്തടിച്ച് ഇല്ലാതാക്കുമ്പോൾ സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നല്ല ഭരണം കാഴ്ചവെച്ചുകൊണ്ട് അഴിമതി ഇല്ലാതാക്കാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായി കെജ്രിവാൾ മുമ്പോട്ട് വന്നു. അത് അഴിമതി വിരുദ്ധ പോരാട്ടത്തിൻ്റെ മുന്നണി പോരാളിയായിരുന്നു. അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാൾ മുൻപോട്ട് വെച്ച രാഷ്ട്രീയത്തെ പിന്തുണച്ച ആളാണ് ഞാൻ. BJPയും CPMും കോൺഗ്രസും അടങ്ങുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി സാധാരണ മനുഷ്യരുടെ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ആ പ്രസ്ഥാനം നല്ലതായിരിക്കുമെന്ന് വിശ്വസിച്ചിരുന്നു. ഡൽഹിയിൽ ഒരുപാട് മാറ്റങ്ങൾ അരവിന്ദ് കെജ്രിവാൾ കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ ഡൽഹിയിലെ ജനങ്ങൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭരണം അട്ടിമറിച്ചു. അരവിന്ദ് കെജ്രിവാളിൻ്റെയും ആം ആദ്മിയുടെയും ഭരണം തള്ളിക്കളയുക മാത്രമല്ല, അരവിന്ദ് കെജ്രിവാളിനെ മനീഷ് സിസോദിയെയും തോൽപ്പിക്കുകയും ചെയ്തു. രണ്ടുപേരും രക്തസാക്ഷികളായി തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങിയവരാണ്. അഴിമതിക്കെതിരെ പോരാട്ടം നടത്തി അഴിമതി കേസിൽ ജയിലിലായി. എന്നാൽ ഇത് രാഷ്ട്രീയ പകവീട്ടലാണ് എന്ന് വിലയിരുത്തുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ജനങ്ങൾ അവരെ രണ്ടിനെയും തോൽപ്പിച്ചു. ഇതോടുകൂടി കെജ്രിവാളിൻ്റെയും ആം ആദ്മിയുടെയും വിശ്വാസ്യത അല്പമൊന്ന് കുറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ഡൽഹിയിൽ അവർ പണിത ഏതാണ്ട് 100 കോടിയോളം ചെലവ് വരുന്ന മുഖ്യമന്ത്രിയുടെ വസതി അത് വലിയ വിവാദമായി. BJP അത് ഗൗരവമായി എടുത്തു. ആം ആദ്മി പാർട്ടിയുടെ കേരള ഘടകം പറയുന്നത് അത് സെൻട്രൽ PWD നിർമ്മിച്ചതാണെന്നാണ്. സെൻട്രൽ PWD നിർമ്മാണ പ്രവർത്തനം മാത്രമാണ് ഏറ്റെടുത്തത്. അത് ഡൽഹി സംസ്ഥാനത്തിന് കീഴിലുള്ളതാണ് എന്നതാണ് വാസ്തവം. ഡൽഹി മുഖ്യമന്ത്രി വസതിയാണ്. അത് അരവിന്ദ് കെജ്രിവാളിൻ്റെ വിശ്വാസ്യതയെ വലിയ തോതിൽ ബാധിച്ചിരുന്നു. കെജ്രിവാൾ എന്തിനാണ് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ താമസിക്കുന്നത്? കെജ്രിവാൾ എന്തിനാണ് ഇത്തരം ആഡംബരങ്ങളോട് ഇപ്പോൾ താല്പര്യം കാട്ടുന്നത്? വള്ളിച്ചെരുപ്പിട്ടുകൊണ്ട്, ഇൻസേർട്ട് ചെയ്യാത്ത ഷർട്ട് ഇട്ടുകൊണ്ട് സാധാരണ ഒരു വാഗണാർ കാറിൽ സഞ്ചരിച്ചിരുന്ന എളിമയുടെ പ്രതീകമായിരുന്നു കെജ്രിവാൾ. എല്ലാ കാലത്തും ഈ വലിയ സുരക്ഷയ്ക്കെതിരെ, VIP സംസ്കാരത്തിനെതിരെ, രാഷ്ട്രീയ മേലാളന്മാരുടെ ആഡംബര ജീവിതത്തിനെതിരെ ശബ്ദമുയർത്തുന്ന കെജ്രിവാൾ എന്തുകൊണ്ടാണ് ഈ 10 വർഷം കൊണ്ട് ആഡംബര ജീവിതത്തിലേക്ക് മാറിയത് എന്ന ചോദ്യം പലരും ഉയർത്തി. ആ ചോദ്യത്തെ ശരിവെക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കെജ്രിവാൾ ഇപ്പോൾ ഒരു MLA പോലുമല്ല. ഒരു രാഷ്ട്രീയ പദവിയും ഭരണഘടനാ പദവിയും കെജ്രിവാളിനൊപ്പമില്ല. എന്നാൽ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാപകനാണ്, അതിന് ദേശീയ കൺവീനറാണ്. അതുകൊണ്ട് ആം ആദ്മി പാർട്ടി എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ കെജ്രിവാളിന് വിലയുണ്ട്. ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് ഭരണമുള്ളത് ഒരേ ഒരു സംസ്ഥാനമാണ്, പഞ്ചാബ്. അതുകൊണ്ട് തന്നെ പഞ്ചാബിൽ കെജ്രിവാൾ ചെന്നാൽ അദ്ദേഹത്തിന് വലിയ സ്വീകരണവും സ്വീകാര്യതയുമുണ്ട്. കാരണം ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനറാണ്, സ്ഥാപകനാണ്. ഇവിടെയാണ് കെജ്രിവാൾ മറ്റൊരു വിവാദത്തിൽ ചെന്നുപെട്ടിരിക്കുന്നത്. കെജ്രിവാൾ പഞ്ചാബിലെ ഹോഷിയാപൂരിന് സമീപം ഒരു വിപാസന ധ്യാനത്തിൽ പങ്കെടുക്കാൻ പോയിരിക്കുന്നു. 10 ദിവസത്തെ ധ്യാനമാണ്. ഈ വിപാസന ധ്യാനം തന്നെ വിവാദമായ ധ്യാന രീതിയാണ്. വിപാസന ധ്യാനത്തിൽ, അതായത് സമാധാനം തേടി, ശാന്തത തേടി കെജ്രിവാളും ഭാര്യയും കൂടി 10 ദിവസത്തേക്ക് ഹോഷിയാപൂരിലേക്ക് പോയിരിക്കുന്നു. ഈ ഹോഷിയാപൂരിലേക്കുള്ള യാത്രയും ഈ വിപാസന ധ്യാന കേന്ദ്രത്തിലേക്കുള്ള യാത്രയുമൊക്കെയാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ഏതാണ്ട് 100-ലധികം പോലീസിനെ വിട്ടുകൊടുത്തിരിക്കുന്നു പഞ്ചാബ് സർക്കാർ എന്നും. കോടികൾ വിലമതിക്കുന്ന ബുള്ളറ്റ് പ്രൂഫ് ലാൻഡ് ക്രൂയിസറിലായിരുന്നു കെജ്രിവാളിൻ്റെ യാത്രയെന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അനേകം പോലീസ് വാഹനങ്ങളുടെ അകമ്പടി, ആംബുലൻസ്, നമ്മുടെ ഈ നാട്ടിലെ പോലത്തെ ഇടിവണ്ടികൾ, തോക്കുധാരികളായ പോലീസ് ഉദ്യോഗസ്ഥരടക്കം VIP ആയാണ് കെജ്രിവാൾ ഈ ഹോഷിയാപൂരിലേക്ക് യാത്ര ചെയ്തെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ വിവാദത്തിന് ആം ആദ്മി പറയുന്ന ന്യായം, പഞ്ചാബ് സർക്കാർ ഡ്രഗിനെതിരെ, മയക്കുമരുന്നിനെതിരെ വലിയ പോരാട്ടം നടത്തുകയാണ്. കെജ്രിവാളാണ് ആഹ്വാനം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ലഹരിയുടെ കേന്ദ്രമായിരുന്ന പഞ്ചാബായിരുന്നു ലഹരിയുടെ കേന്ദ്രം. ലഹരിയുടെ കേന്ദ്രമായിരുന്ന പഞ്ചാബ്, അവിടെ അകാലിദളും കോൺഗ്രസും ഒക്കെ ഈ ലഹരി കച്ചവടക്കാരുടെ ദല്ലാളന്മാരായിരുന്നു. അവർക്കെതിരെ ശബ്ദമുയർത്തിക്കൊണ്ടാണ് ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നത്. ലഹരി മാഫിയെ തുടച്ചു നീക്കാൻ സംസ്ഥാന വ്യാപകമായി റെയ്ഡ് നടക്കുന്നു. അതുകൊണ്ട് തന്നെ ലഹരി മാഫിയയുടെ കണ്ണിലെ കരടാണ് ആം ആദ്മി പാർട്ടി നേതാക്കൾ. ആ ഒരു കാരണത്താൽ ലഹരി മാഫിയ തീർത്തു കളയുമോ എന്ന ഭയം കൊണ്ടാണ് കെജ്രിവാളിന് ഈ സുരക്ഷ ഒരുക്കിയത് എന്നാണ് അവരുടെ വാദം. അതിനെ പൂർണ്ണമായും തള്ളിക്കളയാൻ സാധ്യമല്ല. കാരണം ലഹരി മാഫിയ വളരെ പവർഫുള്ളാണ്. ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ്. നമുക്കറിയാം, കൊളംബിയയിലൊക്കെ അവിടുത്തെ നേതാക്കന്മാരുടെ, പോലീസ് കമ്മീഷണർമാരുടെ തല വെട്ടി കെട്ടിത്തൂക്കിയിട്ട് പോകും. അത്ര ശക്തമാണ് ഈ ലഹരി മാഫിയ. ലഹരി മാഫിയ ആഗോള ലിങ്കുകളുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലഹരി മാഫിയോട് ഇടപെടുന്നത് സൂക്ഷിച്ചാണ്. നമ്മുടെ നാട്ടിൽ ലഹരി മാഫിയ പതിയെ പതിയെ പിടിമുറുക്കുന്നുണ്ട്. സർക്കാരും പോലീസും അനങ്ങാതിരിക്കുന്ന ഈ ഭയം കൊണ്ടാണ്. ലഹരി മാഫിയയെ അവരുടെ ഇഷ്ടത്തിന് പ്രവർത്തിക്കാൻ വിട്ടാൽ കുഴപ്പമൊന്നുമില്ല. അവർക്കത് രംഗത്ത് വന്നാൽ അവർ ജീവനെടുക്കും. അതുകൊണ്ട്
അരവിന്ദ് കെജ്രിവാളിന് സുരക്ഷ കൊടുക്കുന്നു എന്ന് പറയുന്നത് ഒരു പരിധിവരെ ശരിയാണ്. പക്ഷേ ചോദ്യം, ഈ വൻ സുരക്ഷയോടുകൂടിയുള്ള സ്ഥലത്ത് മാത്രമേ കെജ്രിവാളിന് ധ്യാന സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ? ഡൽഹിയിലോ മറ്റ് സുരക്ഷ ആവശ്യമില്ലാത്ത മറ്റെവിടെയെങ്കിലുമോ കെജ്രിവാളിന് ധ്യാനിക്കാൻ പോയിക്കൂടായിരുന്നോ? കെജ്രിവാൾ അഴിമതിക്കെതിരെ, ഈ VIP സുരക്ഷയ്ക്കെതിരെ ശബ്ദമുയർത്തി വാഗണാർ കാറിൽ സഞ്ചരിച്ച് മാതൃക കാട്ടി രംഗത്ത് വന്നയാളാണ്. കെജ്രിവാൾ ഇപ്പോൾ ഒരു ജനപ്രതിനിധി പോലും അല്ലാതിരിക്കുമ്പോൾ ഇത്രയേറെ VIP സുരക്ഷയിൽ സഞ്ചരിക്കുന്നത് സ്വാഭാവികമായും ജനങ്ങൾക്ക് വെറുപ്പുണ്ടാക്കാൻ കാരണമാകും. കെജ്രിവാളിൻ്റെ ജീവൻ സംരക്ഷിക്കേണ്ടതാണ്. പക്ഷേ കെജ്രിവാളിൻ്റെ ജീവനും പഞ്ചാബിലെ ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവനും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? പഞ്ചാബിലെ എല്ലാ മനുഷ്യർക്കും ഈ സുരക്ഷയുണ്ടോ? പഞ്ചാബിലെ എല്ലാ VIPകൾക്കും ഈ സുരക്ഷയുണ്ടോ? പഞ്ചാബിലെ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ടാണ് പഞ്ചാബ് സർക്കാർ കെജ്രിവാളിന് ഇത്രയേറെ സുരക്ഷ ഒരുക്കിയത്. ഇതൊക്കെ കെജ്രിവാൾ അനുവദിക്കുകയും ചെയ്തു. സ്വാഭാവികമായും കെജ്രിവാളിൻ്റെ മാന്യതയെ, അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന ഒരു കുറ്റകൃത്യമായി ഇതിനെ വിശദീകരിക്കേണ്ടി വരും. കാരണം കെജ്രിവാളിനെ പോലെ ധൂർത്തിനെതിരെ, അഴിമതിക്കെതിരെ, VIP സംസ്കാരത്തിനെതിരെ ശബ്ദമുയർത്തി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയാൽ, അഴിമതി കേസിൽ ജയിലിൽ പോയപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം രാഷ്ട്രീയ പകവീട്ടിലാണെന്ന്. എന്നാൽ 100 കോടിയോളം മുടക്കി ആഡംബര വസതി നിർമ്മിക്കുന്നതും, ഇപ്പോഴിതാ താനും ഭാര്യയും കൂടി ഒരു സ്വകാര്യ ആവശ്യത്തിന് പോയപ്പോൾ വലിയ പോലീസ് സന്നാഹവും VIP സന്നാഹവും കോടികൾ വിലമതിക്കുന്ന ബുള്ളറ്റ് പ്രൂഫ് കാറുമൊക്കെ ഉപയോഗിക്കുന്നതും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. സുരക്ഷാ പ്രശ്നമുണ്ടെങ്കിൽ അങ്ങോട്ട് പോവരുത്, അതാണ് മര്യാദ. കെജ്രിവാൾ സ്വയം ഇല്ലാതാവുകയാണ്, ജനങ്ങളുടെ വിശ്വാസ്യത ഇല്ലാതാക്കുകയാണ്. എനിക്ക് വാസ്തവത്തിൽ കെജ്രിവാളിനോട് ആദ്യം വേദന തോന്നിയത് വർഷങ്ങൾക്ക് മുമ്പാണ്. കെജ്രിവാളിനെയും ആം ആദ്മിയും പിന്തുണയ്ക്കുമ്പോഴും ഡൽഹി സർക്കാർ എന്തിനാണ് കേരളത്തിലെ മുഴുവൻ പത്രങ്ങളിലും 1-ാം പേജിൽ പരസ്യം കൊടുത്തത്? അതും 2-3 പേജ് പരസ്യം. 1-ാം പേജിലും 2-ാം പേജിലും 3-ാം പേജിലുമൊക്കെ ഡൽഹി സർക്കാരിൻ്റെ പരസ്യമുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണ്? കേരളത്തിൽ ആരും ഡൽഹിയിൽ പോയി വോട്ട് ചെയ്യാൻ പോകുന്നില്ല. കേരളത്തിലേതുപോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പരസ്യം കൊടുത്തിരിക്കാം. കോടികൾ മുടക്കിയുള്ള പരസ്യം എന്തിനാണ് കെജ്രിവാൾ ചെയ്തത്? പിണറായി വിജയൻ സഞ്ചരിക്കുന്നതിനേക്കാൾ വലിയ ആഡംബരത്തിൽ കെജ്രിവാൾ സഞ്ചരിക്കുന്നു. പിണറായി വിജയൻ ചെയ്യുന്നതിനേക്കാൾ വലിയ പബ്ലിക് റിലേഷൻ ഗിമ്മിങ്സ് കെജ്രിവാൾ ചെയ്യുന്നു. യോജിക്കാൻ പ്രയാസമാണ്. കെജ്രിവാൾ ഇത്തരക്കാരനാണ് എന്ന് ഒരിക്കലും കരുതിയില്ല. കെജ്രിവാൾ തുടർച്ചയായി ധൂർത്തിൻ്റെ പ്രതീകമായി മാറുന്നു, ആഡംബര ജീവിതത്തിന് പ്രതീകമായി മാറുന്നു. ഒരു സാധാരണ മനുഷ്യൻ അഴിമതിക്കെതിരെ പോരാടി തുടങ്ങി. അയാൾ 10 വർഷം അധികാരം അനുഭവിച്ചപ്പോൾ ധൂർത്തനായി മാറി ആഡംബര ജീവിതം സ്വീകരിച്ചു എന്നതിന് തെളിവായി മാറുകയാണ് കെജ്രിവാളിന് മേൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഈ ആരോപണം.